ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആളാണ്. അപ്പോഴാണ് ഇതിലിങ്ങനെ ഒരു വാക്കും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രൻസേട്ടനാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു ടേക്ക് ഓക്കെ. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ പറഞ്ഞു ഇല്ലടാ അത് ശരിയായിട്ടില്ല, അതിപ്പോൾ ആള് വരും ഇല്ല കേട്ടോ ഓക്കെ സൈലൻ്റ്. പ്രത്യേകിച്ച് ബസ്സിലാണല്ലോ, ബസ്സിൽ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഷൂട്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇപ്പം ആള് വരും. അടുത്ത ആള് വന്നു, ചേട്ടാ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്താലോ? പിന്നെ ഓക്കെ എടുക്കാം. എന്താ ആദ്യത്തെ ഉണ്ട്? അല്ല ആദ്യത്തേത് കൊള്ളാം, കുഴപ്പമില്ല, ഒന്നുകൂടെ നമുക്ക് പറയാം. പിന്നെ അവിടെ വെച്ചെടുത്തു. പിന്നെ ബാക്കിൽ പിന്നെ സൈഡിൽ എല്ലാം ക്യാമറയൊക്കെ വെച്ച് വീണ്ടും സെറ്റ് ചെയ്ത് എടുത്തു. ഒരു 7 തവണ എടുത്തപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പറഞ്ഞു മറ്റേ അതെ അവിടെ മോണിറ്ററിൻ്റെ അവിടെ ഇരിക്കുന്ന പൂച്ച പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആളെ വിട്ടുകൊണ്ടിരിക്കും, ഇനി നോക്കൂ ഇനി വിടും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് പറയണം ചേട്ടാ പറഞ്ഞില്ലേ ആ മൈന പറഞ്ഞിട്ട് ആ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണം, ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മൈനെ വിളിക്കുന്നത് ഞാനാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ അഹമ്മദിനും പിന്നെ കൂടെ ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി, ഒരുപാട് താങ്ക്സ്. കേക്കുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഓരോ കടകൾ കയറി ഇറങ്ങി ബീഫ് ട്രൈ ചെയ്യലായിരുന്നു നമ്മുടെ മേജർ പരിപാടി. അപ്പം അങ്ങനത്തെ ഒരു ബോണ്ട് ഞാനും ഏക്കയും തമ്മിലുണ്ട്. ഈ സക്സസ് മീറ്റ് പോലും പുള്ളി ആവിധയിലാണ് നടത്താൻ തയ്യാറായിരുന്നത്. പിന്നെ ആ പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ആബിദയിൽ ഒരു വർഷം ബീഫ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നോട് പറയുന്നത് CPO പ്രവീൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ആർസിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ ഉറപ്പായിട്ട് അങ്ങനെയാണ് യാത്ര തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും വലിയ കാര്യം എനിക്ക് ബാഹുൽജിയുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സമയം. ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് കിഷ്കിന്താണ്ട് ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ബാഹുൽജിയെ കാണുന്നത്. ഞാൻ വായിച്ചു ഇത് ആരെ എഴുതിയത്, ഇതെങ്ങനെ എഴുതുന്നത് ഇങ്ങനെ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അത് കഴിഞ്ഞുള്ള കൃഷ്ണകാരൻ്റെ കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് പല സാധനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്രൗഡാണ്. എനിക്ക് ബാഹുൽജിയെ അറിയാം, ഞാൻ ബാഹുൽജിയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. ആൻഡ് താങ്ക് യു AKG. ഇക്കാജി ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഇവിടെ. ഇക്കാജി താങ്ക് യു എവരിവൺ, എല്ലാവരോടും താങ്ക് യു. താങ്ക് യു.